அந்த படம் ಟೈಮ್ ಜಾಸ್ತಿ ரொம்ப ஆல்ரெடி டைம் ஜாஸ்தி ஆயிடுச்சு. ஜனவரி கண்டிப்பா ஜனவரி லாஸ்ட் இயர் நீ வந்து சேம் விஷயம் தான் சொல்லிட்டு இருக்கு என்கிட்ட. 8 months அப்புறம் 9, 10, 11, 12 4 months ஜனவரி மட்டுமே படம் கண்டிப்பா உங்களுக்கு மட்டும் சாய ஒருத்தவங்க கோஃபி மறந்துட்டியா? நான் வந்து கோஃபி லவர் தானே. என்ன இப்படி அப்போ படத்துல ஹீரோ தானே? அப்படியா? தேங்க்யூடா. சாய் ஏன் குடிக்கிறேன்? நல்லா இருக்கா? எனக்கு ரசமா எடுத்தாக்க சாய் எடுக்கணும். கொஞ்சம் ரசமா இருக்கு. என்ன அப்படி விளையாட்டு பண்றா? எனக்கு அது லேடிஸ் ஃப்ரெண்ட்ஸ் இல்லாம எனக்கு ஆகாது. நான் இல்லையா உங்களுக்கு? இல்லையா? எனக்கு ரசமா எடுத்தாக்க சாய் எடுக்கணும். கொஞ்சம் ரசமா இருக்கு. என்ன அப்படி விளையாட்டு பண்றா? எனக்கு அது லேடிஸ் ஃப்ரெண்ட்ஸ் இல்லாம எனக்கு ஆகாது. நான் இல்லையா உங்களுக்கு? இல்லையா? நான் வந்து உங்களுக்கு என் கேரக்டர் தெரியும் இல்லையா? நான் வந்து ரொம்ப ஸ்ட்ரெயிட் ஃபார்வர்டு தான். நீ வந்து என்னோட சின்சியர் ஃப்ரெண்டு தான். ஆண்டா நிஜமா சொல்றேன். ഹലോ, ആറാട്ടല്ലേ? അടാ, എനിക്ക് ഒരു ചാൻസ് തരുമോ? സിനിമയിൽ ഒരു ചാൻസ് തരും. ഞാൻ ഒരുപാട് സിനിമാ മോഹമായിട്ട് നടക്കുന്ന ഒരാളാണ്. കാണണം പ്ലീസ്, ഒരു ചാൻസ്. ഒരുപാട് നാളുകളായി സിനിമയായിട്ട് അഭിനയിച്ചെടുക്കണം. ആ ശ്രീകുട്ടനാ എന്റെ പൊന്നടാ, അവന്റെ തൊലിഞ്ഞ അഭിനയാണ്. അവന്റെ ഷോർട്ട് ഫിലിം ഒക്കെ നീ കണ്ടിട്ടില്ലേ? തൊലിഞ്ഞ അഭിനയം എന്ന് പറഞ്ഞാൽ തൊലിഞ്ഞ അഭിനയം. ഇനി അവനൊക്കെ സിനിമയിൽ വന്നെങ്കിൽ എന്താ അവസ്ഥയായിരിക്കും? അതൊക്കെ നമ്മൾ മലയാളികൾ തന്നെ കണ്ടേ. അവനൊന്നും ഒരിക്കലും സിനിമയിൽ കയറാൻ പോലുള്ള പൊട്ടൻ. എന്റെ പൊന്ന് കാർത്തി, അഭിനയം പഠിച്ച ആളുകൾക്ക് പോലും ഇവിടെ സിനിമയിൽ അവസരമില്ല. അപ്പോഴാണ് അഭിനയത്തിന്റെ ABCD അറിയാത്ത ശ്രീകുട്ടന്. നിനക്കൊന്നും വരാൻ വല്ല പണിയില്ലേ? അവൻ സിനിമാ നടന സംവിധായകനാണെങ്കിൽ അവൻ തന്നെ എഫേർട്ട് എടുത്ത് ഇതിന്റെ പുറകെ ഇറങ്ങണം. അല്ലാതെ ഈ ചുമ്മാ കോമാളിത്തരം കാണിച്ചു നടന്നു കഴിഞ്ഞാൽ സിനിമാ നടനാവൂല, സംവിധായകനാവൂല. ഇതിലൂടെ നന്നാവുമായിരിക്കും. അയ്യോ, നമ്മുടെ ശങ്കർ സാറാലോ? എന്താ ഇവിടെ പുല്ല് പറിക്കാൻ വന്നാണോ സാറേ? എന്താ ഇവിടെ ഫോണൊക്കെ വിളിച്ചോണ്ട്? എന്താ ഇവിടെ ഫോണില് എന്തൊക്കെ പറയണ്ടായിരുന്നല്ലോ സാറേ? എന്ത് പറ്റി? കാർത്തിക ശ്രീകുട്ടനെ പറ്റി പറയാറുണ്ട്. അയ്യോ, ഭയങ്കര മോശമായ കാര്യം കേട്ടോ സാറേ. കാരണം എന്ന് വെച്ചാൽ ശ്രീകുട്ടൻ നല്ലൊരു അഭിനയ നേതാവാ. ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് അഭിനയം തന്നെ, മനസ്സിലായോ? എന്നാരും പറഞ്ഞു? അത് ഞാൻ കണ്ടിട്ടുണ്ട്. പുള്ളി രാത്രി ഒച്ചയും ബഹളമൊക്കെ എടുത്ത് വീടിന്റെ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടണ ഞാൻ കേട്ടിട്ടുണ്ട്. അത് അഭിനയല്ല, പിന്നെ അത് പേടിച്ചോടണോ? പേടിച്ചാണ് ഭ്രാന്താണെന്ന് അറിയില്ല. എന്തായാലും സാറ് ഇങ്ങനെ പറയല്ലേ. പുള്ളി ആയി കഴിഞ്ഞാൽ എനിക്കൊരു ചാൻസ് ഒക്കെ ചോദിക്കാനോ പുള്ളിയോട്. എനിക്ക് തോന്നല്ല അല്ലേ? ചാൻസ് ഇല്ലല്ലോ. സാറോടെ പുല്ലുവട്ടം വന്നാണോ? അല്ലോ, അല്ല, ചെയ്തിട്ടുണ്ടോ എന്തെങ്കിലും? ഞാൻ 1-2 ഷോർട്ട് ഫിലിംസ് ഒക്കെ. ഏതായിരുന്നു? ബ്ലൂ ബലൂ. ഓ, ഞാനൊരു 10 തവണ കണ്ടാ. ഒറ്റയ്ക്ക് പറ്റില്ല. നല്ല രസം ഉണ്ടാവും. അതിന്റെ കോപ്പിയെല്ലാം ഉണ്ടോ സാറേ? ഇല്ല, കോപ്പിയില്ല. യൂട്യൂബിൽ ഇല്ല, എന്റെ ഫ്രണ്ട് കാത്തിരിക്കുന്നുണ്ട്. ടീച്ചറുടെ ചായ കുടിക്കാൻ വേണ്ടി. ഇല്ല, എനിക്ക് ഗേൾഫ്രണ്ട് ബ്യൂട്ടി പാർലറിൽ പോകണം. അതുകൊണ്ടാ. ഗേൾഫ്രണ്ട് കൂട്ടുകാരി ഉണ്ടെങ്കിൽ കൂട്ടുകാരൊന്നുമില്ല, എനിക്ക് കാര്യമില്ല. നടന്നു പോയാൽ വേണ്ട. കൊണ്ടുപോകും. എനിക്ക് അത്യാവശ്യം വേറെപ്പിന്റെ അസുഖമുണ്ട്. ശരി. ശ്രീകുട്ടനെ പൂത്ത പണമുണ്ട്. 1-2 കോടിയല്ല, കോടി. ഒരു പടം പിടിക്കാനും അത് തിയേറ്ററിൽ ഇറങ്ങാനും ശശാങ്ക പ്രൊഡ്യൂസറെ ഇതിന്റെയൊക്കെ ഒരു സഹായം വേണ്ട. ഒരാളുടെയും താങ്ങി നടക്കുന്നില്ല. മലയാള സിനിമ ആർക്കും കയ്യിലല്ല. കാശുള്ളവന് സിനിമ പിടിക്കാം, പിന്നെ എന്തും ചെയ്യാം. മനസ്സിലായോ? പെമ്പിള്ളേർ വരികയും ചെയ്യും, അഭിനയിക്കുകയും ചെയ്യും. ഏത് കൊടി കുത്തിയ ആളുകളൊന്നും അഭിനയിച്ചു പോകും. കോടികളെ ഈ ശ്രീകുട്ടന് വെറും
നോട്ട് കഷ്ണമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ശശാങ്ക, നീ എന്നെ പഠിപ്പിക്കാൻ നിൽക്കണ്ട. ശ്രീകുട്ടൻ 2026 പടം പിടിച്ചിരിക്കും. ശ്രീകുട്ടന്റെ പേരും പോസ്റ്ററിൽ തെളിഞ്ഞിരിക്കും. അതാണ് ശ്രീകുട്ടൻ, വൺ ഓഫ് ദ പ്രൊഡ്യൂസർ ഓഫ് കേരള. കേട്ടാ ശശാങ്ക മുതലാളി. എന്നറിയാലോ നിങ്ങൾക്ക്, സിനിമാ അസോസിയേഷനും എല്ലാരും ലംഘിച്ചാൽ പോലും ശ്രീകുട്ടൻ ഒന്ന് ആഞ്ഞു ശ്രമിച്ചു കഴിഞ്ഞാല് സിനിമയല്ല, 7 നടിമാര് വരെ വന്നു അഭിനയിച്ചിരിക്കും. മലയാളത്തിൽ നിന്നല്ല, തെലുങ്കിൽ നിന്ന് വരെ വന്ന് അഭിനയിച്ചിരിക്കും. ശ്രീകുട്ടനാണ്. ശ്രീകുട്ടന്റെ പൂത്ത മണമുണ്ട്. ഇത് ആരോട്ടനാണ്. ശ്രീകുട്ട, നിന്റെ സ്ക്രിപ്റ്റ് ഞാൻ വായിച്ചു. ഒന്നൊന്ന് സ്ക്രിപ്റ്റാണ്, ശ്രമിക്കാൻ ചാൻസ് തരില്ല. നീ എന്നെ വെട്ടിക്കും, നീ എന്നെ ഫീൽഡ് ഔട്ട് ആക്കും. അതുകൊണ്ട് നിനക്ക് ചാൻസ് തരുന്നില്ല. നിന്നെ ഞാൻ സിനിമ വിടുന്ന ഫീൽഡ് ഔട്ട് ആക്കി. ഹലോ, ആരോടൊന്നുമില്ലേ? ഇന്ന് കാണുമല്ലോ. അർജന്റാണ്. ഇത് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് പ്രൊഡ്യൂസർ ആറാട്ടനാണ്. രാവിലത്തിനുണ്ട്, കുറച്ച് ഫണ്ടുണ്ട്. ഇപ്പോൾ ആരോടൊന്നും ഒന്ന് കാണുമല്ലോ. എവിടെയാണ്? എപ്പോ കാണാൻ പറ്റും? പറ്റേ? എടാ ശിവ, നമ്മുടെ ശ്രീകുട്ടൻ വെറുതെ സിനിമയുടെ പുറകെ നടന്ന് ലൈഫ് കളയല്ലേ? അവനാ അവന്റെ അച്ഛന്റെ റിയൽ എസ്റ്റേറ്റ് കൊള്ളാല്ലേ? അവന് അത് നോക്കി നടന്നാ പോരെ? അഭിനയിക്കാനും അറിയാൻ പാടില്ല. അവൻ വെറുതെ സിനിമയിൽ പോയിട്ട് എന്ത് കാര്യങ്ങളുണ്ട്? എല്ലാം കൊണ്ട് അവൻ വെറുതെ. ഇവരെന്താ ലൈലയോ? അവന്റെ പുതിയ പെണ്ണിന്റെ പേരെന്താ? ലൈല കാജല. അതിനെ കിട്ടി, അതിനെ നോക്കി വീട്ടിലിരുന്നാ പോരെ? അവന് പറ്റാത്ത പണി എന്തിനാണ് എടുക്കണേ? എന്നാലും എന്റെ ശ്രീകുട്ട മോനെ ശിവ, ഇന്നത്തെ കാലത്താണെങ്കിൽ ആണുങ്ങൾക്ക് പെണ്ണുങ്ങളെ കിട്ടണല്ല. അവനാണെങ്കിൽ ഒരു പെണ്ണിനെ കിട്ടിയിട്ട് അതിനെ കരയിപ്പിച്ചുകൊണ്ട് നടക്കുന്നു. എന്താലേ ഇന്നത്തെ കാലത്ത് ശ്രീകുട്ടനെ പോലത്തെ ഉള്ള മണ്ടന്മാർക്കൊക്കെ പെണ്ണിനെ കിട്ടണേ. നമ്മളൊക്കെ ഇത്ര സിൻസിയർ ആയിട്ട് നടന്നിട്ട് ഒരു പെണ്ണും കിട്ടല്ലോ. അവനൊക്കെ എന്താലേ, അവനൊക്കെ പെണ്ണിനെ കിട്ടി അവനൊക്കെ സുഖമായിട്ട് ജീവിക്കണം. ആ പെണ്ണിന്റെ കണ്ണീര് കണ്ടുകൊണ്ട് നടക്കും. നമുക്കൊന്നും മരുന്നിന് പോലും പെണ്ണില്ല.